ജോഗ്രഫിയുടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് രണ്ടാമത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വെതർ കണ്ടീഷൻസ് അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെമ്പറേച്ചറാണ്. എന്താണ് ടെമ്പറേച്ചർ, അതിൻ്റെ മറ്റ് വിശദീകരണങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന IMD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എക്സ്ട്രാ റീഡിങ്ങിൽ കൊടുത്താണ്. അതായത് ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ ഏജൻസി ഫംഗ്ഷനിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എർത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയമുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മുടെ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ദ വെതർ ഒബ്സർവേഷൻസ്, വെതർ ഫോർകാസ്റ്റ് എക്സെട്ര ഇൻ ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് ഈ വെതർ കാലാവസ്ഥ എന്നല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഡെയിലി വെതറിനെ നിരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ നമ്മളോട് വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയാറില്ലേ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, മഴ പെയ്യാതിരിക്കാൻ. അപ്പോൾ അതായത് ഈ കാലാവസ്ഥയെ പ്രവചിക്കുന്നതും ആരാണ്? ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രവചിക്കുക. അതിന് പല പല മാനദണ്ഡങ്ങളുണ്ട്. അതായത് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ അത് ഒക്കെയാണ് ഈ പ്രധാനമായിട്ടും IMDയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഡൽഹിയിലാണ് IMDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ആസ്ഥാനം വരുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ഒബ്സർവേഷൻ സ്റ്റേഷൻസ് ആർ ഫംഗ്ഷനിങ് അറ്റ് വേരിയസ് പ്ലേസസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ അന്റാർട്ടിക്ക. ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ വെതർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാറ്റലൈറ്റുകളുണ്ട്. ആ സാറ്റലൈറ്റുകൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏകദേശം 100-ലധികം ഒബ്സർവേഷൻ സ്റ്റേഷൻസ് ആണ്. കാര്യം ഇപ്പോൾ കേരളത്തിലെ വെതർ ആയിരിക്കില്ലല്ലോ ചിലപ്പം കേരളത്തിൻ്റെ തന്നെ സദേൺ പാർട്ടിൽ അല്ലെങ്കിൽ നോർത്തേൺ പാർട്ടിൽ അതായിരിക്കില്ല, ചിലപ്പം പഞ്ചാബിൽ അതായിരിക്കില്ല, ചിലപ്പോൾ തമിഴ്നാട്ടിൽ. അപ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഒബ്സർവേഷൻ സ്റ്റേഷൻസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാത്രമല്ല, അന്റാർട്ടിക്കയിൽ റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അന്റാർട്ടിക്കയിലും ഒക്കെ നമുക്കിതുപോലെ എന്തുണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് വെതർ ഒബ്സർവേഷൻ സ്റ്റേഷൻസുകൾ നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തതുകൊണ്ടും പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു വരാം. ആസ് യു നോ, ദ സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ ദ എർത്ത്. ഭൂമിയിൽ ഈ പറയുന്ന എനർജി എന്ന് പറയുന്നത്, എനർജി മെയിൻലി നമ്മുടെ തെർമൽ എനർജി അല്ലേ, നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കാര്യം, ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? പ്രധാനമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ എനർജിയും നമുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചറും എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ്, സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൺ ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഈ സൂര്യനിൽ എങ്ങനെയാണ് ഈ പറയുന്ന എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്? സൂര്യനിൽ ഉണ്ടാകുന്ന ഈ ടെമ്പറേച്ചറാണല്ലോ നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്, ഭൂമിയും മറ്റ് പ്ലാനറ്റുകളൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഒരു മൊത്തം ഗാലക്സിയുടെ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ് അല്ലേ, എർത്തിൻ്റെ ഒക്കെ നമ്മളിലൊക്കെ. അപ്പം സണ്ണിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഈ എനർജി കിട്ടുന്നത്? അത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് കിട്ടുന്നത്. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ഹാവ് യു നോട്ടീസ്ഡ് അബൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ ദ സയൻസ് ക്ലാസ്? നിങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ശരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ തന്നെ മറ്റൊരു പ്രോസസ്സ് ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്. ഇത് ഫ്യൂഷനാണ്, പിന്നെ അതുപോലെ തന്നെ ഫിഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫിഷനും കൂടിയുണ്ട്. ഓക്കെ, ഈ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഈ ആറ്റം ബോംബ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ഓരോ പ്ലാന്റുകളുണ്ടല്ലോ, നമ്മളെ അറ്റോമിക് പ്ലാന്റുകളുണ്ട്, നമുക്കിപ്പോൾ കൂടംകുളം അതുപോലെ പവർ പ്ലാന്റുകളുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ ഈ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു വെപ്പൺ ഉണ്ടാക്കുന്നതൊക്കെ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സാണ്. ഇവിടെ സണ്ണിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് സണ്ണിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത്, അത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണമല്ലോ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more atomic nuclei collide and merge together to form a larger atom. അതായത്
ഇവിടെ ബാക്കിയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ദിസ് പ്രോസസ് ഈസ് കോമൺ ഇൻ ദ കേസ് ഓഫ് എലമെൻറ്റ്സ് വിത്ത് ലോവർ അറ്റോമിക് നമ്പർ. അതായത് ഈ ചെറിയ അറ്റോമിക് നമ്പറുള്ള ആറ്റങ്ങൾ, അതിൻ്റെ അറ്റോമിക് ന്യൂക്ലികൾ, ആറ്റത്തിൻ്റെ തന്നെ നമ്മൾ ഐസോടോപ്പുകൾ എന്നൊക്കെ പറയില്ല, ആറ്റത്തിൽ തന്നെ ഒരു ഒരു ചെറിയ നമ്പറുള്ള ആറ്റം. ഉദാഹരണമായിട്ട് നമുക്ക് ഹൈഡ്രജൻ എടുക്കാം. ഇപ്പോൾ ഹൈഡ്രജന് തന്നെ പല വകഭേദങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അവ തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം അത് കൊളൈഡ് ചെയ്യും, പരസ്പരം അത് കൂട്ടിയിടിക്കും. അപ്പോൾ അങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് അത് കൂട്ടിയിടിച്ചിട്ട് അത് മെർജ് ചെയ്യും, അത് ഒന്നായും. അങ്ങനെ ഈ കൂട്ടിയിടിയുടെയും ഈ മെർജിങ്ങിൻ്റെയും ഭാഗമായിട്ട് അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രജന്. അപ്പോൾ സാധാരണ ഇത് ലോവർ അറ്റോമിക് നമ്പറുള്ള, ചെറിയ അറ്റോമിക് നമ്പറുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വകഭേദങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഇപ്പോൾ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന സംഗതിയും ട്രിഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്യൂട്ടീരിയം കണ്ടില്ല, ആകെ 2 ഉള്ളൂ. ട്രിഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ അറ്റോമിക് നമ്പർ വളരെ കുറവുള്ള. അപ്പോൾ ഈ ഡ്യൂട്ടീരിയവും ഇവിടെ 2, ഇവിടെ 3, ഈ 2ഉം ഈ 3ഉം കൂടെ, ഈ ഡ്യൂട്ടീരിയവും ഈ ട്രിഷ്യം കൂടെ കൂട്ടിയിടിച്ചു, കൊളൈഡ് ചെയ്തു, അത് മെർജ് ചെയ്തു. അപ്പോൾ ഇവിടെ 5 ആയി അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ കൊളൈഡ് ചെയ്തപ്പോൾ അവിടെ ഒരു എനർജി പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ലേ? ആ എനർജിയാണ് ഇവിടെ, അങ്ങനെ ഉണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി. അപ്പോൾ ചെറിയ അറ്റോമിക് നമ്പറുള്ള 2 ആറ്റങ്ങൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് മെർജ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ലാർജർ ആറ്റമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജിയെ വിളിക്കുന്ന, അപ്പോൾ പുറത്തേക്ക് വിടുന്ന ഒരു എനർജിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഇവിടെ ഇത് 2ഉം കൂടെ മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നത് ഈ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും കൂടെ മെർജ് ചെയ്തപ്പോൾ അത് ഹീലിയമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു പ്രോസസ്സാണ്, ഇങ്ങനെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. മാസീവ് എമൗണ്ട് ഓഫ് എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിടിയിലൂടെ ഇതിങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അത്രയും എനർജി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. In all the stars, including the sun, energy is continuously generated through nuclear fusion. നമ്മൾ കാണുന്ന സൂര്യനടക്കമുള്ള മറ്റ് എല്ലാ നക്ഷത്രങ്ങളിലും, സൂര്യൻ ഒരു സ്റ്റാറാണെന്ന് അറിയില്ലേ? ഓക്കെ, അപ്പം സൂര്യനേക്കാൾ വലുപ്പമുള്ള, അതിനേക്കാൾ ചെറിയതും വലുതുമായിട്ടുള്ള സ്റ്റാറുകൾ വേറെയുണ്ട്. പക്ഷേ നമുക്ക് സണ്ണാണ് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ഈ എനർജി നമുക്ക് നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഈ സണ്ണടക്കമുള്ള എല്ലാ സ്റ്റാർസിൻ്റെയും, എല്ലാ നക്ഷത്രങ്ങളുടെയും എന്താ പറയുക, എനർജി അഥവാ ഹീലിയം അവർക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കണ്ടിന്യൂസ് പ്രോസസ്സ് വഴിയാണ് നമ്മുടെ സൂര്യനും മറ്റ് സ്റ്റാർസിനുമൊക്കെ എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന എനർജി കിട്ടുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 600 million tons of hydrogen is being converted to helium every second in the sun through this process. അതായത് ഓരോ സെക്കൻഡിലും 600 മില്യൺ ടണ്ണാണ്. അതായത് 600 മില്യൺ ടൺ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. 600 × 10 ലക്ഷം ടൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുന്നതാണ്. അത്രയും എന്താണ് നമ്മളുടെ എനർജിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണ് ഹീലിയമായിട്ട് ഓരോ സെക്കൻഡിലും ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത്രക്കും എനർജി ഉള്ള ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? സൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? സണ്ണിലേക്ക് ഈ എനർജി കിട്ടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയത് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി അടിസ്ഥാനമായിട്ടാണ്. അങ്ങനെ മാസീവ് എമൗണ്ട് ഓഫ് എനർജി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൺ ത്രൂ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റഡ് ഫ്രം ദ സൺ reaches the Earth's surface, approximately 1 part of 200 million. The amount of sun's rays reaching the Earth's surface is called insolation. അപ്പം ഇതെന്താണ് വായിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ അത്രമാത്രം എനർജി എന്ത് ചെയ്യാണ്? സണ്ണിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി. ഇത് ഷോർട്ട് വേവ്സ് ആയിട്ട് അത് സണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഷോർട്ട് വേവ്സ് ആയിട്ട്. എന്താണ് ഷോർട്ട് വേവ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിവേ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കാം. അപ്പോൾ സണ്ണിലേക്ക് ഈ മാസീവ് എമൗണ്ട് ഓഫ് എനർജി ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എത്തുന്നു. സണ്ണിൽ നിന്ന് ഷോർട്ട് വേവ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു.
എത്രയാണ് എമിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റഡ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് സർഫേസ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജിയിൽ ഭൂമിയിലേക്ക് എത്തുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 1/200 മില്യൺ. 200 മില്യൻ്റെ ഒരു പാർട്ട്, 200 മില്യണിലെ ഒരു പാർട്ട്, 200 × 10 ലക്ഷം, അത് ചെയ്തതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എവിടേക്ക് എത്തുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. ആ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എത്രയാണ് ഉണ്ടാകുന്നത്? 600 മില്യൺ ടൺസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ബീയിങ് കൺവേർട്ടഡ് ടു ഹീലിയം എവറി സെക്കൻഡ്. എല്ലാ സെക്കൻഡിൽ ഇത്രയും ഉണ്ടാകുന്നുണ്ട്. അതിലെ 200 മില്യണിലെ ഒരു പാർട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് എത്തുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ് എത്തുന്നതെന്നും പറഞ്ഞു. ഇങ്ങനെ ഷോർട്ട് വേവ്സ് ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എത്തിയിട്ടുള്ള സണ്ണിലെ എനർജി ഷോർട്ട് വേവ്സ് ആയിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇൻസുലേഷൻ? ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൺസ് റേസ്, സണ്ണിൽ നിന്നുള്ള കിരണങ്ങൾ, സണ്ണിൽ നിന്നുള്ള റേസ്, അതെന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക്, എർത്തിലേക്ക് എത്തുന്നു ആസ് എ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിൽ എത്തുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേഷൻ. അപ്പം സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന എനർജി എന്ന് പറയുന്നത് എങ്ങനെ എത്തുന്നതാണ്? ഇൻസുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. വേറെ ഒരു വഴിയിലൂടെയും സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തെത്തുന്നില്ല? ഈ പറയുന്ന എനർജി എത്തുന്നില്ല. അപ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഈ ടെമ്പറേച്ചർ, സൂര്യനിൽ നിന്ന് നമുക്കെല്ലാവരും നമ്മൾ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കെല്ലാം ദൃശ്യമാകുന്നു. ഭൂമി പരക്കെ നമുക്ക് പകൽ സമയം നമുക്ക് ദൃശ്യമാകുന്നുണ്ട്, നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് സൂര്യനിൽ നിന്നുള്ള എനർജിയാണ് ഇത് നമുക്ക് നൽകുന്നത്. ഈ എനർജി എങ്ങനെയാണ് എത്തുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ് എത്തുന്നത്. അപ്പോൾ ആ ഷോർട്ട് വേവ്സ് ആയിട്ട് എത്തുന്ന ഈ എനർജിയെ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി മാത്രമാണ് സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എനർജി എത്തുന്നത്. മനസ്സിലായോ? അത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ് പറയുന്നത്. ഇനി എ പാർട്ട് ഓഫ് ഇൻസുലേഷൻ കമ്മിങ് ടുവേർഡ്സ് എർത്ത് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് സച്ച് ആസ് ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് വേവ്സ് ആയിട്ട് ഇതെന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക് ഇത് എത്തുകയാണ്. ഇൻസുലേഷൻ വഴി ഭൂമിയിലേക്ക് ഈ എനർജി എത്തുകയാണ്. ഇത് ഇങ്ങനെ സൂര്യനിൽ നിന്ന് എത്തുന്ന സമയത്ത്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇതിങ്ങനെ എത്തുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ആരുണ്ടാവാം? കുറേ അറ്റ്മോസ്ഫിയറിൽ പല ഗ്യാസുകളുണ്ടാവാം, അറ്റ്മോസ്ഫിയറിൽ ചില ക്ലൗഡ്സ്, മേഘങ്ങളുണ്ടാവാം, അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലെ ഈ പാർട്ടിക്കിൾസൊക്കെ അതിനെ ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യാം, ഒന്നെങ്കിൽ അതിനെ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ തിരിച്ച് അതിമേലൊക്കെ തട്ടിയിട്ട് കുറേ എനർജി തിരിച്ച് സൂര്യനിലേക്ക് തന്നെ മടങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യാം. ഒന്നെങ്കിൽ ഇത് തട്ടിയിട്ട് ഇതുപോലൊക്കെ തട്ടിയിട്ട് കുറേ തിരിച്ചു പോവാം. അപ്പോൾ 100 എനർജിയാണ് അയക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് എനർജി എന്ത് ചെയ്യും? ക്ലൗഡ്സും അല്ലെങ്കിൽ മറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ പിടിച്ചു വെക്കും, അബ്സോർബ് ചെയ്യും. കുറച്ച് എനർജി എന്ത് ചെയ്യും? അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ 100 അയച്ചിട്ടുണ്ടെങ്കിൽ 100ഉം ഭൂമിയിലേക്ക് എത്തൂല. അതിൽ ചിലതൊക്കെ അബ്സോർബ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ആയിട്ടോ പോകും. ആസ് ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ is in the form of short waves, it does not heat the atmosphere considerably. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇത് നമുക്കൊരു വേണമെങ്കിൽ ഒരു ഡെഫിനിഷനായിട്ട് എടുക്കാം. ആസ് ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസുലേഷൻ ഇങ്ങനെയും പറയാം. ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇൻകമിങ് വന്നുകൊണ്ടിരിക്കുന്ന ആ റേഡിയേഷനെ, സോളാർ റേഡിയേഷനെയാണ് നമ്മൾ ശരിക്കും ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ശരിക്കും ഒരു ഡെഫിനേഷൻ വരുന്നത്. ഷോർട്ട് വേവ്സ് ആയിട്ട് എത്തുന്ന ഈ പറയുന്ന ഇൻകമിങ്, ഇങ്ങോട്ടേക്ക് വരുന്ന സോളാർ റേഡിയേഷനാണ്. ഇത് ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി. ഇത് അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യുന്നില്ല? ചൂട് പിടിപ്പിക്കുന്നില്ല. നല്ല ചൂട് ഇങ്ങോട്ടേക്ക് ഭൂമിയിലേക്ക് വരികയാണ്. പക്ഷേ ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ ഇൻസുലേഷനായിട്ട്, ഷോർട്ട് വേവ്സ് ആയിട്ട് വരുന്ന ഈ എനർജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ആരെ ചൂടാക്കുന്നില്ല? അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നില്ല. ആരെ ചൂടാക്കുന്നില്ല? അറ്റ്മോസ്ഫിയറിനെ ഡയറക്റ്റ്ലി ചൂടാക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? അത്
ഡയറക്റ്റ്ലി ആരെയാണ് അത് ചൂടാക്കുന്നത്? അത് എർത്ത് സർഫേസിനെയാണ് ചൂടാക്കുന്നത്, ഭൂമിയുടെ ഉപരിതലത്തെയാണ് ചൂടാക്കുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിനല്ല ചൂടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യം വരും. അത് നമുക്ക് ഷോർട്ട് വേവ്സും ലോങ് വേവ്സും പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. എനിവേ, ഇത് സൂര്യൻ ഡയറക്റ്റായിട്ട് എർത്തിൻ്റെ സർഫേസിനെയാണ് ചൂടാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആരെ ചൂടാക്കുന്നില്ല? അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നില്ല. ദ എർത്ത് സർഫേസ് ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. അങ്ങനെ ഭൂമിയുടെ സർഫേസ് എന്ത് ചെയ്യാണ്? ഇൻസുലേഷൻ വഴി ചൂടാവുകയാണ്. അപ്പോഴും അറ്റ്മോസ്ഫിയർ ചൂടായിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു അത്ഭുതം തോന്നും. സൂര്യനിൽ നിന്ന് വരുന്ന എനർജി അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നില്ല, പകരം ആരെയാണ് ചൂടാക്കുന്നത്? പകരം എർത്തിൻ്റെ സർഫേസിനെയാണ് ചൂടാക്കുന്നത്. ദെൻ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ വേരിയസ് പ്രോസസ്സസ് ഫ്രം ദ എർത്ത് സർഫേസ്. അപ്പോൾ ഇൻസുലേഷൻ വഴി ഭൂമിയുടെ എർത്തിൻ്റെ സർഫേസ് ചൂടായി, അപ്പോഴും അറ്റ്മോസ്ഫിയർ ചൂടായില്ല. ഇനി സർഫേസിലെത്തിയിട്ടുള്ള ഈ ചൂട്, ഇൻസുലേഷൻ വഴി വന്നിട്ടുള്ള സണ്ണിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള ഈ ചൂട് എന്ത് ചെയ്യാണ്? വേറെ വേറെ പല പ്രോസസ്സുകൾ വഴി എന്ത് ചെയ്യാണ്? പിന്നീട് അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ്, അല്ലെങ്കിൽ പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന്. ഏതൊക്കെയാണ് ആ പ്രോസസ്സുകൾ? അതാണ് ഇവിടെ പറയുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ ആർ ദ മേജർ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിൻ്റെ സർഫേസിലേക്ക് എന്തെത്തി? ചൂടെത്തി. ഇതിൻ്റെ ഇടയിലുള്ള അറ്റ്മോസ്ഫിയർ ചൂടായോ? ഇല്ല. അപ്പോൾ ഇൻസുലേഷൻ വഴി ആരാണ് ചൂടായത്? അറ്റ്മോസ്ഫിയർ അല്ല ചൂടായത്. ആരാണ് ചൂടായത്? എർത്തിൻ്റെ സർഫേസാണ് ചൂടായത്. പിന്നീട് എർത്തിൻ്റെ സർഫേസിൽ നിന്ന് എർത്തിൻ്റെ സർഫേസ് ചൂടായി കഴിഞ്ഞാൽ ഈ ചൂട് എന്ത് ചെയ്യുന്നു? പിന്നെ പല പ്രോസസ്സുകൾ വഴി, അതായത് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, അഡ്വെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, റേഡിയേഷൻ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ നമുക്ക് വിളിക്കാം, നമുക്ക് ഈ വാക്കിൽ യൂസ് ചെയ്യാം. ഈ 4 പ്രോസസ്സുകൾ വഴിയാണ് അറ്റ്മോസ്ഫിയറിനെ ചൂട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് ഇൻസുലേഷൻ വഴിയല്ല. ഇൻസുലേഷൻ വഴി എത്തിയ ചൂട് ഈ 4 പ്രോസസ്സുകൾ വഴി എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിനെ പിന്നീട് എന്ത് ചെയ്യാണ്? ചൂടാക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സുകളെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? പ്രോസസ് ഓഫ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള പ്രോസസ്സായിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സുകളെ വിളിക്കാറുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്നും അതുപോലെ തന്നെ ഷോർട്ട് വേവ്സ് എന്താണെന്നും ലോങ് വേവ്സ് എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്.